സുഖായിരിക്കുന്നു. സുഖമാണ്, അൽഹംദുലില്ലാ. സോ നമ്മളുടെ ലൈഫില് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനൽ എൻഡ് എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഹാപ്പിനെസ്, പീസ്. പിന്നെ പിന്നെ ഒരാളെ ഉത്തരം പറഞ്ഞോളൂ. വേറെ ഉത്തരമൊന്നുമില്ല. ജോയ്. യെസ്, അത് നമ്മൾ എപ്പോഴും ആ ഒരു സമാധാനം ലഭിക്കണം, ആ ഒരു സന്തോഷം ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഈ ഒരു സന്തോഷത്തിന്, ഈ ഒരു ഹാപ്പിനെസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? എന്തൊക്കെയാണ്? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, പിന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ, എന്ത് കിട്ടിയാലും തൃപ്തിയല്ല എന്നുള്ള ഇത്, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? കൺസിസ്റ്റൻസി. ഓക്കെ. സോ പാസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ ഈ ഒരു ഹാപ്പിനെസ്സിൽ നിന്നും തടയുന്നത്. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുറ്റുമുള്ള റിലേഷൻഷിപ്പ്, ഫാമിലി, ഇതെല്ലാം പലപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കാറുണ്ട് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നതിൽ നിന്ന്. അപ്പൊ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും? എന്ത് ചെയ്താലാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുക? നമ്മുടെ ചിന്തകളെ നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടെടുക്കാന്നാണ്. ഓക്കെ, നമ്മുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ പറ്റണം. യെസ്, ഗ്രേറ്റ്. പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തകൾ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതെങ്ങനെ എടുക്കും നമ്മൾ? അതായത് നമ്മൾ ഇപ്പോൾ പാസ്റ്റിലും ആണ് കുറെ കാര്യങ്ങൾ ഫ്യൂച്ചറിലതുമാണ്. കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം, എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെക്കുറിച്ചുള്ള ടെൻഷൻസ്, പാസ്റ്റിലുള്ള കഴിഞ്ഞ കാര്യങ്ങൾ, ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള സ്ട്രെസ്, ആങ്സൈറ്റി, കുറെ വറീസ്. മെഡിറ്റേഷൻ ഒരു സൊല്യൂഷനാണ് ഫോർ എ സർട്ടൻ എക്സ്റ്റെന്റ്. യെസ്, മെഡിറ്റേഷൻ ഒരു സൊല്യൂഷനാണ്. സോ പലപ്പോഴും നമ്മളുടെ സന്തോഷം നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് തിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അല്ലേ? യെസ്, മൈൻഡ്ഫുൾ ആണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സന്തോഷം വേറൊരു മെറ്റീരിയലിസ്റ്റിക് തിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. സോ ഇന്ന് ഞാൻ സെഷൻ എടുക്കുന്നത്, എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഹമീദ ബിന്ദു വഹാബ് മൈൻഡ്ഫുൾനെസ് ട്രെയിനർ ആണ്, മെഡിറ്റേഷൻ കോച്ചാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഫേസാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി മദേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം പലപ്പോഴും വീടുകളിൽ ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകളെ, അമ്മമാരെ പിന്നെ അവരെ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ
സോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ സന്തോഷം എന്ത് ചെയ്യാറാണ് പതിവ്? നമ്മൾ മെറ്റീരിയലിസ്റ്റിക് തിങ്ങുമായിട്ട് കണക്ട് ചെയ്യാറാണ് പതിവ്, അല്ലെ? ഹലോ, യെസ് ആ മാം. മാം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇടയ്ക്ക് എനിക്ക് ഇത് കട്ടാവുന്ന പോലെ ഫീൽ വരുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇടയ്ക്ക് മാമിന്റെ കട്ടാവുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം. ഓക്കെ. സോ നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷം പുറമേ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് എപ്പോഴും നമ്മളുടെ ഹാപ്പിനെസ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വീട്, കാറ്, മറ്റുള്ള ആൾക്കാർക്കുള്ളത് പോലെ എനിക്കുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ള പൈസ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തും അല്ലാതെയും നമ്മളുടെ ലൈഫിലുള്ള നഷ്ടങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭാഗ്യക്കേടാണ് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഇതില് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കി കളയും. ഷോൺ ഏക്കർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ് വെറും 10% മാത്രമേ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്യുന്നത് എന്നതുപോലെ ഇരിക്കും. അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കണ്ടാൽ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ഉണ്ട് മാം, അഗ്രി ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ പെർസെപ്ഷൻ മാറ്റാവുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മളെ അതിനോടുള്ള നമ്മളുടെ ആ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, അത് മാറ്റാവുന്നുണ്ടെങ്കിൽ, ശരിയായ ചിന്തകളിലോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമുക്ക്, പിന്നെ ഈ പറഞ്ഞതുപോലെ കമ്പാരിസൺ ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ നമ്മളെ ആരാണ് നമ്മൾ മനസ്സിലാക്കുക. യെസ് യെസ്. നമ്മൾ ചെയ്ത അച്ഛൻ എവിടെയോ പോയി, എവിടെ പോയ മാജിക്. ഓക്കെ, താങ്ക് യു പ്രസീമ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ തോട്ട്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാലോ? ജസ്റ്റ് ഞാൻ ഒരു 1 മിനിറ്റ് ഒരു ടൈമർ വെക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ എത്രത്തോളം ചിന്തകൾ നമ്മളിൽ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കണ്ണുകൾ അടയ്ക്കുക. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സോ എന്ത് ഫീൽ ചെയ്തു നിങ്ങൾക്ക്? നിങ്ങൾ എത്രത്തോളം തോട്ട്സ് നിങ്ങൾക്ക് വന്നു ഏകദേശം? നിങ്ങൾക്ക് കണക്കെടുക്കാൻ പറ്റിയോ എത്ര തോട്ടുകൾ വന്നു എന്നുള്ളത്? ഓരോരുത്തർക്കും എത്ര തോട്ടുകൾ വന്നു ഈ ഒരു സമയം കൊണ്ട്?
മാം ഞാനാണെങ്കിൽ മാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. കാര്യം വെച്ചാൽ ഞാനിന്ന് ഹോസ്പിറ്റലായിരുന്നു, ഞാനും എൻ്റെ മോനും പനി കൂടുതലായിരുന്നു, കൊണ്ടുപോയി അവിടെ ട്രിപ്പ് ഇട്ടു. അപ്പം അത് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ തോട്ടിൽ കൊണ്ടുവന്നത്. കാര്യം അത് എനിക്ക് സുഖമായി വന്നു, മോന് ട്രിപ്പ് ഇട്ടു, മോനും വന്നു. അപ്പം ആ ഗ്രാറ്റിറ്റ്യൂഡ് അതിനെപ്പറ്റി ആ ഡോക്ടറെയും അന്ന് ട്രീറ്റ് ചെയ്തത്, എനിക്ക് ഹെൽത്ത് തന്നതിനെ ഓർത്ത്, ഇന്നത്തെ കാര്യമെല്ലാം നന്നാക്കി തന്നതിനെ, ഇങ്ങനെ ഞാൻ അത് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ ആ ടൈമിൽ കേട്ടോ. അപ്പം അതുകൊണ്ട് ഓവർ തിങ്കിങ് എനിക്ക് വന്നില്ല. കാര്യം അതിനെപ്പറ്റി തന്നെ ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അതുകൊണ്ട് എത്ര തോട്ട് വന്നു എന്ന് എനിക്കറിയില്ല വേറെ. പക്ഷെ ഞാൻ ഇപ്പം ഈ മൊമെന്റ് മാം സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞത് ഞാൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അല്ലാതെ ഇരിക്കുമ്പോൾ ഒരുപാട് തോട്ട്സ് എൻ്റെ മൈൻഡിൽ വരും. പക്ഷെ ജസ്റ്റ് ദിസ് മൊമെന്റ് ഞാൻ ഇതായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. അതായത് ഈ ഒരു മൊമെന്റിൽ ഇതിനെ വന്നു. എഗെയിൻ അതൊരു തോട്ട് തന്നെയാണ്. അത് പോകുമ്പോ നമുക്കറിയില്ല അത് തോട്ടാണോ അല്ലയോ, എത്ര തോട്ടാണോ എനിക്ക് വന്നത് എന്നുള്ള അറിയില്ല. നമ്മൾ ഓരോ അതും ഓരോ തോട്ടുകളാണ്. ഓക്കെ, ബാക്കിയുള്ളവരെ മറ്റുള്ളവർക്ക് വന്നു. പ്ലീസ് റെസ്പോണ്ട്. ഏത് തോട്ട് വന്നു? എനിക്ക് കുറെ തോട്ട് വന്നു മാം. ഹലോ. ഓക്കെ, മാമിന് അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാം. ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കണ്ടിന്യൂ ചെയ്തോളൂ. എക്കോ അടിക്കുന്നുണ്ടോ? എക്കോ അടിക്കുന്നുണ്ട്. എന്റെ ലാപ്ടോപ്പില് എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങള് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ഹെഡ്സെറ്റ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. നോർമലി ആയിട്ട് ആ ഒരു സ്പീക്കറിൽ ഇട്ടിട്ട് നോക്കിയാൽ ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും വോയിസ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ തോട്ട്സ്, നമ്മൾ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. ഇപ്പൊ നമ്മൾ ചെയ്ത് എത്ര സമയത്തേക്കാണെന്നറിയാം? ഈ ഒരു ഒബ്സർവ് ചെയ്തത് എത്ര സമയത്തേക്കാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു? ഈ ഒരു ഒബ്സർവ് ഇത്രയും സമയം നമ്മൾ ഒബ്സർവ് ചെയ്തല്ലോ, അത് എത്ര സമയമാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് എത്ര? നമ്മൾ 1 മിനിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, 1 മിനിറ്റ്. പക്ഷെ അത് നമുക്ക് പലപ്പോഴും ഒരുപാട് സമയം പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫീൽ ചെയ്തിരുന്നോ? ഒരുപാട് സമയം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. അല്ലേ? ഇത് വെറും 1 മിനിറ്റ് മാത്രമാണ്. പക്ഷേ ആ സമയത്തിന്റെ വാല്യൂ നമ്മൾ ആ ഒരു 1 മിനിറ്റ് എന്ന് പറയുന്നത് ഇത്ര ഉണ്ടെങ്കിൽ, നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നമ്മൾ പറയാറ്. അപ്പൊ 1 മിനിറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളുടെ ഓരോ മണിക്കൂറുകളും എത്ര ഉണ്ടാവും എഗെയിൻ. അപ്പം അതിനകത്തുള്ള ചിന്തകൾ എത്ര ഉണ്ടാവും? സ്റ്റഡീസ് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ചിന്തകൾ പെർ മിനിറ്റിൽ 45ഓളം ചിന്തകൾ വരുന്നു എന്നുള്ളതാണ്. പെർ മിനിറ്റിൽ 45ഓളം ചിന്തകൾ, അതായത് പെർ ഡേ 60,000-ലപ്പുറം ചിന്തകൾ.
അതില് 90% ചിന്തകളും എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. മനസ്സിലായോ? കിട്ടിയോ? സോ നമുക്ക് അങ്ങനെ നമ്മളുടെ ചിന്തകളെ എല്ലാം മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണം. നമുക്ക് ആ ഒരു സന്തോഷത്തിനെ, ഈ ചിന്തകളെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സന്തോഷത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. നമ്മളെ ഇങ്ങനെ പാസ്റ്റിലും ഫ്യൂച്ചറിലുമായിട്ട് ഇങ്ങനെ മാറി 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 നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് ഈ ഒരു മൊമെന്റിൽ നിന്നാൽ നമുക്ക് കുറെയൊക്കെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, ഒരുപാട് എനർജി കളയുന്നുണ്ട്. അങ്ങനെ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടൂൾ. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ടൂൾ എന്ന് നമ്മൾ പറയുമ്പോഴും ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഹാപ്പിനെസിന്റെ പുറകെ പോകുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മളിൽ അപ്ലൈ ചെയ്താൽ, ഈ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ നമുക്ക് എഗെയിൻ നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. സോ എന്താണ് മൈൻഡ്ഫുൾനെസ്? കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. എന്താണ് മൈൻഡ്ഫുൾനെസ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ലിവ് ഇൻ ദ പ്രസന്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുക. അത് എന്ത് തന്നെ ആയാലും പ്രസന്റിനെ ഫോക്കസ് ചെയ്യുക. യെസ്, പ്രസന്റിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ ഒരു മൊമെന്റിൽ ആയിരിക്കുക. സോ നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് എന്താണ് എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊമെന്റിൽ മൈൻഡ്ഫുൾനെസ് ഈസ് എ പ്രാക്ടീസ് ഓഫ് അവയർനെസ് ആൻഡ് ബീയിങ് പ്രസന്റ് ഇൻ ദ മൊമെന്റ്. ഈ ഒരു മൊമെന്റിൽ അവയർനെസ്സോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം, മൈൻഡ്ഫുൾ ആയിരിക്കണം. ഇത് പലപ്പോഴും നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ എൻവയോൺമെന്റിനെയൊക്കെ നമുക്ക് കൂടുതൽ അവെയറായി മുന്നോട്ട് പോകാൻ ഈ ഒരു ടൂള് ഹെൽപ്പ് ചെയ്യും. സോ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ വളരെ അവെയറായി ഇരിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് നോൺ ജഡ്ജ്. അതായത് നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് നടക്കുന്നതായിക്കോട്ടെ, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാനേ പാടില്ല. ഒരു തരത്തിലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ ഞാന് അതെന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്, ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം? അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് മൈൻഡോട് കൂടിയായിരിക്കണം ഞാൻ ഓരോ കാര്യങ്ങളെയും ഞാൻ മനസ്സിലാക്കേണ്ടത്, ഓരോ കാര്യങ്ങളും ഞാൻ അറിയേണ്ടത്. അതായത് ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കൊച്ചുകുട്ടി പുതിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണോ കണ്ട് അതിനെ ആസ്വദിക്കുന്നത് അതുപോലെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് മൈൻഡ്, എഗെയിൻ ഒരു കുട്ടിയായി ആദ്യമായി ഞാൻ കേൾക്കുന്ന എന്തോ സാധനമാണ് എന്ന മനസ്സോടുകൂടി നിങ്ങളോട് ഇരിക്കുക. അതാണ് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നോൺ സ്ട്രൈവിങ്, എനിക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഇരിക്കാതെ എന്താണോ നടക്കുന്നത് അത് നടന്നോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ സാധനത്തെയും നമ്മളിങ്ങനെ പിടിച്ചു വെക്കാതെ അതിനെ പതിയെ ലെറ്റ് ഗോ ചെയ്യുക. ഓരോ പ്രശ്നങ്ങളാവട്ടെ, ചിന്തകളാവട്ടെ, നമ്മൾ അതുമായിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആവാതെ അതിന് പതിയെ വിട്ട് 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 കൊടുക്കുക. അതിനിപ്പോ ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാവാം. ഫോർഗീവ്നെസ് എല്ലാം ഈ പറയുന്ന ലെറ്റിംഗ് ഗോയിൽ വരുന്നതാണ്. പിന്നെ പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്, അതായത് പ്രോസസ്സിൽ ആ ഒരു ഫ്ലോയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. വളരെ പേഷ്യൻസോട് കൂടി എന്താണെങ്കിലും എന്തിലാണെങ്കിലും ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കുക, ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാം ശരിയാവും, എല്ലാം നല്ല രീതിയിൽ നടക്കും. ആ ഒരു ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫ്ലോയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക.
ദെൻ അക്സെപ്റ്റൻസ് അഗെയിൻ. എന്താണോ സംഭവിക്കുന്നത് അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് പാരന്റിങ്ങിൽ നോക്കിയാലേ അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പാരന്റിങ്ങിൽ നമുക്ക് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. അതേസമയം കുട്ടി അവിടെ എന്തെങ്കിലും തട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അത് അവിടെ തട്ടി ഒഴിച്ചു, അതിനെ ഞാൻ ക്ലീൻ ചെയ്യണം എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതൊരു പ്രശ്നമായിരിക്കൂല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുട്ടിയെ വഴക്ക് പറയും, അടിക്കും. മനസ്സിലായോ? അതാണ് ഈ അക്സെപ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോർ ആയിട്ടുള്ള ഒരു 3 സ്കില്ലാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ സ്കില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വേണം താനും. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നതിൽ അതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് വേണം. ഞാനിപ്പോ സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് ഇതിലേക്ക് വേണം. ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവരുന്നതിനെയാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഓപ്പൺ അവയർനെസ്. ഇവൻ ദോ ഞാൻ ഇവിടെ സെഷൻ എടുക്കുകയാണെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും ആ ഒരു അവയർനെസ് ചുറ്റുപാടിനെ കുറിച്ചും വേണം. ഞാൻ ബ്ലൈൻഡ് ആയി കംപ്ലീറ്റ് എന്റെ കാതും കണ്ണുകളും എല്ലാം അടച്ചിട്ട് ഞാൻ ഇവിടെ അറ്റൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ അതിനെക്കുറിച്ച് ചുറ്റുമുള്ളതിനെ കുറിച്ചും കൂടി കുറച്ച് അവയർ ആയിരിക്കണം. ചിലരെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും അവർക്ക്. എന്ന് വെച്ചാൽ അവർ ചുറ്റും നടക്കുന്ന ഒന്നും അറിയില്ല, എന്ത് സംഭവിച്ചാലും അറിയില്ല. നമ്മൾ ഒച്ചയിട്ട് വിളിച്ചാൽ പോലും അവരെ അറിയില്ല, അടുത്ത് എന്ന് വിളിച്ചാൽ പോലും അവരറിയില്ല. ആ രീതിയിൽ അത്രയും അറ്റൻഷനോട് കൂടിയായിരിക്കും അവരത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം അത് അത്ര നമുക്ക് നമ്മുടെ ഇതിന് അത്ര നല്ല മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത്ര നല്ലതല്ല. പിന്നെയാണ് അക്സെപ്റ്റൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എന്താണോ വരുന്നത്, എനിക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടോ, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് ദാറ്റ്. എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഐ അക്സെപ്റ്റ് ദാറ്റ്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പറയുന്ന അറ്റൻഷൻ ആണെങ്കിലും അവയർനെസ് ആണെങ്കിലും അക്സെപ്റ്റൻസ് ആണെങ്കിലും മൈൻഡ്ഫുൾനെസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3A, മൈൻഡ്ഫുൾനെസ്സിന്റെ 3A എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന അറ്റൻഷനും അവയർനെസ്സും അക്സെപ്റ്റൻസും ആണ്. ക്ലിയർ? ഓക്കെ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? നിങ്ങൾക്ക് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഇതിനകത്തൊരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ആ ചാറ്റിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ 3A മൈൻഡ്ഫുൾനെസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റൻഷൻ, അവയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു പനി വന്നാൽ ഡോക്ടറെ പോയി കാണും, അതല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, വർക്കൗട്ട് ചെയ്യും. പക്ഷെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ മടിക്കാറുണ്ട്. നമ്മൾ വേണ്ട രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡി പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മനസ്സും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയും അതിനോടൊപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ നമ്മുടെ ബോഡി ഹെൽത്തി ആക്കേണ്ടത് പോലെ തന്നെ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ഹെൽത്തി ആക്കണം. അങ്ങനെ ഹെൽത്തി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പലർക്കും ചാലഞ്ചസ് ഉണ്ടാവും, പലരും ബുദ്ധിമുട്ടുന്നുണ്ടാവും. എന്താണ് എന്താണ് ചലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. സമയമില്ല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് സമയം വേണം ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ, ഞാൻ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന് മാത്രമേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് സമയം കിട്ടൂല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം.
രണ്ടാമത്തത്, എനിക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് എനിക്ക് ഇത് കിട്ടിയില്ല, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നം. പിന്നെ ജഡ്ജ്മെന്റ്, ഞാൻ ഇത് ചെയ്താൽ ശരിയാവും, ഞാൻ ചെയ്താൽ ശരിയാവൂല, എനിക്ക് പകുതിക്കിട്ട് എന്റെ ശ്രദ്ധ പോയി, അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. ഇങ്ങനെ 2-3 പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് നോർമലി ഒരു ദിവസം നമ്മുടെ ചിന്തകൾ പോകുന്നത് എന്നുള്ള നോക്കാം. ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചവര് എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചവരാണോ? ഡ്രൈവിംഗ് പഠിച്ചവരാണോ? Yes or no? ആണ് മാം. യെസ്. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാറ്? എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാറ്? വളരെ കോൺഷ്യസ് ആയിരിക്കും. യെസ്, യെസ്, യെസ്. ഞാൻ ഇപ്പോഴാണ് അവിടെ ചാറ്റ് ബോക്സ് കണ്ടത്. നമ്മൾ ഭയങ്കര ശ്രദ്ധ കൊടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നത് തുടക്കത്തിൽ. അതേസമയം ഒരു മാസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്ത പോലെ ആയിരിക്കുമോ ചെയ്യുന്നത്? ആണോ? ഒരിക്കലും അല്ല. ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോ എന്തായാലും നമ്മള് ഗിയർ മാറ്റുമ്പോ ക്ലച്ച് ചവിട്ടുന്നുണ്ടോ, എവിടെയാ ചവിട്ടുന്നത്, എല്ലാം യെസ്, ശ്രദ്ധിക്കും. യെസ്, യെസ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത്. അതേസമയം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഫോൺ വിളിച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈവ് ചെയ്യും. നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. ആ ചെയ്യേണ്ട പരിപാടിയെല്ലാം കട്ടപ്പെട്ടപ്പെട്ടപ്പേ നടന്നോളും. ഒന്നും ചിന്തിക്കുക പോലും വേണ്ട. ഇതാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ഈ പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡ് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യാന്ത്രികമായിരിക്കും. നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുന്നതായിരിക്കില്ല നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ബാത്റൂമിൽ പോകുന്നു, പിന്നെ നമ്മുടെ പിന്നെ എന്താണ് പ്രാഥമിക കർമ്മങ്ങൾ കഴിയുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതൊന്നും ആയിരിക്കൂല. നമ്മൾ പലപ്പോഴും നമുക്ക് ഇത് ചെയ്യണം, അയ്യോ അടുക്കളയിൽ ഇന്ന് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മക്കൾക്ക് കൊടുത്തുവിടേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ നടക്കേണ്ട പരിപാടികൾ അവിടെ നടക്കുകയും ചെയ്യും. ഇങ്ങനല്ലേ ഉണ്ടാവാറുള്ളത്? അല്ലേ? അതല്ലേ വെറൈറ്റി ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ടോ? ശ്രദ്ധിച്ച് നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഇല്ല മാം, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ടത് ഇങ്ങനെ നടന്നു പോകും. യെസ്, നമ്മൾ അറിയ പോലും ഇല്ല. ഈ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇവര് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കിച്ചണിൽ നിന്ന് ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ ഓർത്ത് റൂമിലേക്ക് വരും. റൂമിലേക്ക് വരുമ്പോ എന്താ എടുക്കാൻ വന്നെന്നുള്ള ഓർമ്മ വരില്ല. തിരിച്ചെന്ത് ചെയ്യും? കിച്ചണിൽ പോകും. കിച്ചണിൽ പോകുമ്പോഴാണ് എടുക്കാൻ വന്ന സാധനം ഇന്നതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. ഇതെന്താ സംഭവം? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. അവിടെ ചെന്ന് കുറെ നേരം ആലോചിക്കും. കിച്ചണിൽ ചെന്നിട്ട് പിന്നെ പെട്ടെന്ന് കിട്ടും. എന്തിനാ ഞാൻ വന്നേ? ഓക്കെ. ചില ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനായിരിക്കും. അത് എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ മറന്നു പോകും. പക്ഷെ പിന്നെ എന്തിനാ പോയത്? അവിടെ ചെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ഓക്കെ, ഞാൻ അല്ലെ ടൊമാറ്റോ എടുക്കാൻ വന്നേ ഇന്നത്. അങ്ങനെയുണ്ട്. യെസ്, യെസ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഓട്ടോ പൈലറ്റ് മോഡിൽ നടക്കുന്നുണ്ടാണ്. നമ്മളത് ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അതങ്ങനെ ഒരു പ്രോസസ്സിൽ അങ്ങ് നടക്കും. അപ്പം ഇങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് DMN എന്ന് പറയുന്ന ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. എന്ന് വെച്ചാല് നമ്മുടെ ബ്രെയിനിന്റെ സർട്ടൈൻ ഏരിയകൾ ആക്റ്റീവ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണത്. അതായത് ബ്രെയിനിന്റെ പർട്ടിക്കുലർ ഏരിയകളിൽ മാത്രം ആക്റ്റീവ് ആകും. പ്രത്യേകിച്ച് ബ്രെയിൻ റെസ്റ്റിലായിരിക്കുമ്പോൾ, ഒരു സ്പെസിഫിക് ടാസ്കിൽ എൻഗേജ്ഡ് അല്ലാതിരിക്കുമ്പോൾ. അതാണ് DMN എന്ന് പറയുന്നത്. അപ്പം ഈ
സംഭവം, അതായത് ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അത് ബ്രെയിനിന് അതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനമായി. പിന്നെ ബ്രെയിനിന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഒരു ഹാബിച്വൽ പാറ്റേൺ പോലെ ഒരു കോൺഷ്യസ്നെസ്സിന്റെ ആവശ്യമില്ലാതെ അതങ്ങ് നടന്നോളും. അപ്പം അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ ഈ ഡിഫോൾട്ട് മോഡ്, ഐ മീൻ ഓട്ടോ പൈലറ്റ് മോഡിനെ ഇല്ലാതാക്കാം, എങ്ങനെ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പിന്നെ ആബ്സെന്റ് മൈൻഡഡ്നെസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ള മറവി 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 എന്ന് പറയുന്ന സംഭവം, അത് ആബ്സെന്റ് മൈൻഡഡ്നെസ് ആണ് പലപ്പോഴും ഉണ്ടാവുക. അല്ലാണ്ട് നമ്മൾ മറവി എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥ മറവി എന്ന് പറയുന്ന ഒരു സംഭവമല്ല. അത് പലപ്പോഴും നമ്മൾ വേണ്ട അറ്റൻഷൻ കൊടുക്കാതെ ചെയ്യുന്നത് കൊണ്ട്, ഓട്ടോ പൈലറ്റ് മോഡിൽ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ അപ്പം നമുക്ക് അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? എനിക്ക് ഓട്ടോ പൈലറ്റ് മോഡ് ചില സമയങ്ങളിൽ നല്ലതുമാണ് കേട്ടോ. ഇപ്പൊ ഈ ഡ്രൈവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ചെയ്തു പൊക്കോളും. നമുക്ക് ടെൻഷൻ വരില്ല. കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ മാത്രമേ, എല്ലായ്പ്പോഴും ആ ഓട്ടോ പൈലറ്റ് മോഡ് നല്ലതല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, വളരെ റെയർ ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രം അത് നല്ലതാണ്. സ്റ്റിൽ നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ നമുക്ക് എങ്ങനെ ഈ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എന്താ നമുക്ക് തോന്നുന്നത്? ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. യെസ്, അതായത് അവയർനെസ് കൊണ്ടുവരാം. നമ്മൾ ഇന്റൻഷനലി നമ്മുടെ അറ്റൻഷൻ ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ചിന്തകളെ കുറിച്ച്, നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച്, നമ്മുടെ ബിഹേവിയറുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ അവെയർ ആയിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പിന്നെ എടുക്കുന്നത്, പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയാം. ഇന്റൻഷനലി, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റൻഷനലി. ഓക്കെ, സോ അങ്ങനെ അവയർനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. സോ ഫൈനൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പൊ പറയുന്ന ഡെഫിനിഷൻ. മൈൻഡ്ഫുൾനെസ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബീയിങ് aware of and present in the moment. It is a way of paying attention to the present moment without judgment or criticism. ഇവിടെ 3 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അവെയർ ആയിരിക്കുക, അറ്റൻഷനോടെ ഇരിക്കുക, നോൺ ജഡ്ജ്മെന്റൽ, അതായത് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 3A ഇതിനകത്തുണ്ട്. ഈ 3Aകൾ കൂടി ചേരുമ്പോഴാണ് മൈൻഡ്ഫുൾനെസ് ആവുക. നമ്മൾ ഈ ഒരു മൊമെന്റിൽ പ്രസന്റ് ആയിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുകയും, എങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടതിനകത്ത് അറ്റൻഷൻ കൊടുത്തുകൊണ്ട്, ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട്, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ഒരു ക്രിറ്റിസിസവും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബോഡി ക്ലിയർ ആയോ? നേരത്തെ ഡെഫിനിഷനിൽ നിന്നും ഇതിൽ വന്ന വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, സോ നമുക്കിനി എങ്ങനെ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഫോർമൽ ആയിട്ടുള്ള പ്രാക്ടീസ്. രണ്ടാമത് ഇൻഫോർമൽ ആയിട്ടുള്ള പ്രാക്ടീസ്. രണ്ടും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം കൊടുത്തിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനെയാണ് ഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇത്ര സമയം പിന്നെ ആരുടെയും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സ്ഥലം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു. അവിടെ എനിക്ക് എന്റെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എന്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്റെ അവയർനെസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും.
നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ് എല്ലാം ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് ഫോർമൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. റിട്രീറ്റുകളാവട്ടെ, പിന്നെ വർക്ക്ഷോപ്സ്, വെബിനാർസ്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടി സമയം കൊടുത്ത് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോർമൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ മൈൻഡ്ഫുൾനെസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതും അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ പ്രസന്റ് മൊമെന്റ് അവയർനെസ് കൂട്ടാനും നമ്മുടെ ഫോക്കസ് കൂട്ടാനും എല്ലാം അതും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ നമ്മൾ എല്ലാം ചെയ്യുമ്പോഴും നമ്മളുടെ ശ്രദ്ധ ആ ഒരു നിമിഷത്തിലായിരിക്കാൻ, എന്റെ ചിന്തകൾ എന്താണ്, ഫീലിങ്സ് എന്താണ്, ഞാൻ എന്താണ് അറിയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഡിഷ് വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ഡിഷ് വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താണ്, ആ വെള്ളം അതിലേക്ക് വീഴുന്നു, ഞാൻ കഴുകുന്നു, പാത്രം ക്ലീൻ ആവുന്നു, ആ സമയത്ത് എന്റെ കൈയുടെ മൂവ്മെന്റ്, അതേ സമയത്ത് അതേപോലെ തന്നെ എന്റെ ആ സമയത്തുള്ള ബ്രീത്തിങ് പാറ്റേൺ, ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ടൈം എന്ന് പറയുന്ന പ്രശ്നം വരില്ല. നമ്മൾ ചെയ്യുമ്പോൾ വളരെ മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഇൻഫോർമൽ പ്രാക്ടീസ്. അവിടെ നമുക്ക് ലാക്ക് ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു ചലഞ്ചിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ എങ്ങനെ മാറ്റാൻ സാധിക്കും. നമുക്ക് ഡിസ്ട്രാക്ഷൻ മാറ്റാൻ പറ്റുമോ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ മാറ്റാൻ പറ്റുമോ? എന്താ തോന്നുന്നത്? മാറ്റാൻ പറ്റുമോ? ലെറ്റ് ഇറ്റ് ഗോ. അത് പോട്ടെ, അതിനെ അതിന്റെ വഴിക്ക് വിടുക. യെസ്, നമുക്ക് ഒരിക്കലും നമ്മുടെ ചിന്തകളെ മാറ്റാൻ പറ്റില്ല. ആ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മനുഷ്യരാണ്, ചിന്തകൾ ഇങ്ങനെ വരും. പക്ഷേ വരുന്ന ചിന്തകളെ ഇറ്റ്സ് ഓക്കെ, ഞാൻ വന്ന ചിന്തയെ ഞാൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്തു, പതിയെ പറഞ്ഞു വിട്ടു, അടുത്ത ചിന്തയെ ഒബ്സർവ് ചെയ്തു, പറഞ്ഞു വിട്ടു. അപ്പൊ നമുക്കൊരു ബോധം വരും, അയ്യോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതല്ല, ഞാൻ ഇവിടെയായിരുന്നു ചിന്തിക്കേണ്ടത്, ഇവിടെയാണ് എന്റെ ശ്രദ്ധ വരേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മൾ ചെയ്തിരുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഇത് മെറ്റാ അറ്റൻഷൻ എന്നാണ് ഇതിന് പറയാം. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ നിന്ന് എന്റെ അറ്റൻഷൻ പോയി വേറൊന്നിലേക്ക് അറ്റൻഷനായി, അതിൽ നിന്ന് തിരിച്ച് ഞാൻ എഗെയിൻ ഈ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്ക് എന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, ഞാനിപ്പോ ഇവിടെ സെഷൻ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ ചിന്ത വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ പതിയെ ഇറ്റ്സ് ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും ഇട്ടോ എന്റെ ചിന്ത പോയി, പതിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. സോ ക്ലിയർ? സോ നമുക്ക് ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ചെറിയൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമുക്ക് ചെയ്തിട്ട്. യെസ്, റെഡി മാം. യെസ്, ഓക്കെ. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. കാലുകൾ രണ്ടും നിലത്ത് തട്ടിച്ച് കൈകൾ രണ്ടും നിങ്ങളുടെ മടിയിൽ വെച്ച്, നമ്മൾ ചെറിയൊരു ഫോർമലായിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോണത് കേട്ടോ. കൈകൾ രണ്ടും നിങ്ങളുടെ മടിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റൻ ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ആ ഒരു ശ്വാസം എങ്ങനെ ഉള്ളിലേക്ക് കയറുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ആ ഒരു ശ്രദ്ധ കൊണ്ടുവരിക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വയറിനെ ഫില്ല് ചെയ്തെടുക്കാൻ ശ്രമിക്കുക.
പതിയെ അതിനെ വളരെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. Once again, take a slow, deep breath in. വയറിനെ ഫില്ല് ചെയ്തെടുക്കാം. പതിയെ അതിനെ പുറത്തേക്ക് വിടുക. നിങ്ങൾ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിനറ്റത്ത്, മൂക്കിന്റെ അഗ്രത്തില് ആ ഒരു വായു തട്ടുന്നതിനെ നിങ്ങൾ ഫീൽ ചെയ്യുക. ആ വായു നിങ്ങളുടെ മൂക്കിൽ തട്ടി വളരെ സാവധാനം അത് നിങ്ങളുടെ ശ്വാസനാളത്തിലേക്ക് പതിയെ കടന്നു. അത് പതിയെ നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസനാളത്തിൽ നിന്നും വളരെ സാവധാനത്തിൽ ശ്വാസനാളത്തിലൂടെ, വായയിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ നിങ്ങൾ പുറത്തേക്ക് വിടുന്നു. ആ വിടുമ്പോഴുള്ള ആ ഒരു സെൻസേഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ഇസ് വൺ സൈക്കിൾ ഓഫ് ബ്രെത്ത്. ബ്രെത്തിന്റെ ഒരു സൈക്കിളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വൺസ് അഗെയിൻ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിനഗ്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ആ വായുവിന്റെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അത് ചൂടുണ്ടോ തണുപ്പാണോ എന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ വായുവിന്റെ ടെമ്പറേച്ചറും ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ ചൂടാണോ തണുപ്പാണോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. Now, ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ഉയർന്നതും താഴ്ന്നതുമായ ഫീല് ചെയ്യാം. നിങ്ങളുടെ വലത് കൈയെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ വെക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ വയറിലും വെക്കുക. എന്നിട്ട് ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ വയറിനും ചെസ്റ്റിനും ഉണ്ടാകുന്ന ഒരു ഉയർച്ചയും താഴ്ചയും നിങ്ങൾ ഫീൽ ചെയ്യുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങളുടെ വയറും ചെസ്റ്റും ഉയരുന്നതായി, പുറത്തേക്ക് വിടുമ്പോൾ അത് വളരെ വളരെ സ്ലോ ആയി താഴേക്ക് പോകുന്നതായി ഫീൽ ചെയ്യാം. Now once again, take a slow, deep breath in. വളരെ സാവധാനത്തിൽ ശ്വാസം വയറിനുള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് കേൾക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പതിയെ നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും ഒന്ന് അടക്കുക. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം. രണ്ട് കൈകളും ഒന്ന് റബ്ബ് ചെയ്ത് ആ ഒരു ചൂട് നിങ്ങളുടെ മുഖത്തും കണ്ണിനും ഒക്കെ ഒന്ന് കൊടുത്ത് വളരെ സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഓക്കെ, എന്ത് ഫീൽ ചെയ്തു? ഒരുപാട് റിലാക്സ്ഡ് ആയി മാം. ഓക്കെ, ഗ്രേറ്റ്. മാം ഈ രാവിലെ ഞാൻ ഈ റബ്ബ് ചെയ്തിട്ട് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് ഒരു 1 സെക്കൻഡ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട്, ഒരുപാട് സമയമൊന്നും നമുക്കില്ല, മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ റബ്ബ് ചെയ്തും കണ്ണിലും മുഖത്തും ഭയങ്കര എത്ര ഉറക്കത്തിന്റെ ഇത് ഇരുന്നാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ടേൺ ഓവർ അങ്ങ് ആ ഒരു ശരിക്കും നമ്മൾ ആ എന്താ പറയാ അത് പറഞ്ഞ പെട്ടെന്ന് നമ്മളങ്ങ് ഫ്രഷ് ആവും, ഉറക്കമെല്ലാം പോവും.
ഈ റബ്ബിങ് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കൈ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബെഡിലോട്ട് ഇരുന്നിട്ട് 1 മിനിറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ കൈ രണ്ടും നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് കണ്ണിലും ഫോർഹെഡിലും മുഖത്തും ഇങ്ങനെ പാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ ഉറക്കവും പോകും, നമ്മൾ ഫ്രഷ് ആവും. ഓക്കെ. സോ നമ്മൾ ഇന്ന് പഠിച്ചത്, ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ കേട്ടത് എന്താണ് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് ചെയ്യണം, പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. സോ ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട, നമ്മളെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം. ഓക്കെ. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, യെസ്. ഈ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം ഏതാ? നമുക്ക് രാവിലെയാണോ? എപ്പോ വേണമെങ്കിലും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഫോർമലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ രാവിലെ ആണോ രാത്രിയാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് എപ്പോഴാണെങ്കിലും, നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും, നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ സെൻസേഷൻസ്, അതായത് ഞാൻ അപ്പോൾ എന്ത് കാണുന്നു, ആ സമയത്ത് ഞാൻ എന്ത് കേൾക്കുന്നു, ഞാൻ എന്താണ് ടച്ച് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആ സമയത്തുള്ള എൻ്റെ ബോഡിയുടെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഒബ്സർവ് ചെയ്യുക. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? അപ്പൊ ആരായിരുന്നു? റഹ്ല അല്ലേ ചോദിച്ചേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഹലോ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് യെസ്. നമ്മളിപ്പം ശരിക്കും പറയാൻ നല്ലൊരു ഫീവർ വരുമ്പോഴോ അല്ലെ ഒരു വൈറൽ ഫീവർ വരുമ്പോഴോ നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ വരും. നമ്മൾ ഒത്തിരി ഡള്ളാവുമല്ലോ. അപ്പൊ നമ്മൾ കാരണം ഫിസിക്കലി നമ്മൾ ഇനാക്റ്റീവ് ആണല്ലോ, അപ്പൊ മെന്റലി നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാനുള്ള, അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നത്തില്ല. കാര്യം ഒന്നുകിൽ ഈ പനിയൊക്കെ കൂടുന്ന സമയത്ത് നമ്മളൊരു ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ. നല്ല പനി, വലിയ പനിയാണെങ്കിൽ, അതായത് ഈ വൈറൽ പോലൊക്കെയുള്ള ഫീവർ ആണെങ്കിൽ, അപ്പൊ അന്നേരം നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാനുള്ള ഒരു, ആ മൂഡിൽ നിന്നൊന്ന് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ? ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാം. അല്ലാത്തപ്പോ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് പനി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ട ക്യൂർ എന്ന് പറയുന്നത്, മരുന്നെന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. അതായത് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ തന്നെ നോക്കുക. ചിലപ്പോൾ ചില സമയത്ത് ഉറക്കം വരില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നമുക്ക് സൂത്തിങ് ആയിട്ട് എന്തെങ്കിലും മ്യൂസിക് ഇടാൻ പറ്റുകയാണെങ്കിൽ മ്യൂസിക് ഇട്ട് നമ്മൾ കണ്ണടച്ച് അങ്ങനെ കിടക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഓഫീസിലെ കാര്യങ്ങൾ മറ്റൊന്നും ആലോചിച്ച് ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞാനില്ലാതെ അവരെന്തൊക്കെ അവിടെ എന്തൊക്കെയാ ശരിക്കും സംഭവിക്കാം, ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് ആ ഒരു പനി മാറാൻ ആ ഒരു ക്യൂറേ ഉള്ളൂ. മാം, നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ 1 2 3 അത് ഒരു ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ. അപ്പൊ നമ്മൾ കയറി കിടന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളെ മെഡിസിൻ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ്, ഒന്നും വേണ്ട, മെഡിസിൻ എടുക്കുന്നതിന്റെ ഇപ്പൊ ഈവൻ ഒരു കഞ്ഞിയെങ്കിലും വയ്ക്കണമെങ്കിൽ നമ്മൾ ലേഡീസ് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെ അന്നേരം റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഫുള്ളായിട്ട് നമുക്ക് പറ്റുമോ? എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഇങ്ങനെ അല്ലാത്തപ്പോ പോലല്ലല്ലോ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. ഒരുപാട് വേണ്ടെങ്കിലും നമ്മൾ മെഡിസിൻ കഴിക്കുന്ന ടൈമില് നമുക്ക് എന്താ പറയാ,
ഫ്രഷ് ആയിട്ട് സംതിങ് ആയാലും കഴിക്കാന്നുള്ള ഒരു ഇതാണല്ലോ. അല്ലാത്തപ്പോഴത്തെ പോലെ അല്ലല്ലോ. നമുക്ക് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ ഓക്കെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലെ ഇപ്പൊ വയ്യ എടുക്കാം. പക്ഷെ പനി വരുമ്പോഴത്തെ ഒരു അവസ്ഥ പറയാ, നമ്മളൊന്നും സാധാരണ ഞാനും വാങ്ങിക്കാറുണ്ട്. പക്ഷെ എങ്കിലും അപ്പൊ ഒന്നിനും ഒരു ടേസ്റ്റ് തോന്നത്തില്ല. ഈവൻ നമ്മളെന്തെങ്കിലും ഒരു കഞ്ഞിയാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരിതുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഒന്ന് റിലാക്സ് ഞാൻ പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ വലിയ ഇതാണ്. ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് അല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മളിപ്പോ എത്ര ഇതാണെങ്കിലും നമ്മൾ കെയർ ചെയ്തേ പറ്റൂ. പിന്നെ എന്നിട്ട് റിലാക്സ് ചെയ്യും പോയി എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടെങ്കിലും മരുന്ന് കഴിക്കാനെങ്കിലും ചെയ്തിട്ട് പോയി, അല്ലെ ബ്രെഡ് അങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. പുള്ളി പറ്റത്തില്ല. ഞാൻ ലേഡീസിന്റെ കാര്യം ആയതുകൊണ്ട് പറഞ്ഞ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡോ മക്കളോ ഒക്കെ ആണെങ്കിൽ ഒക്കെ അവർക്ക് ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാം. കാരണം നമ്മൾ ചെയ്തു കൊടുക്കും. തിരിച്ചു വരുമ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. മാം കട്ടായി പോയി നേരത്തെ, ഞാന് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പത്തിനും ലൈൻ പോയി. കേട്ടില്ല. അല്ല, നേരത്തെ ഞാനൊരു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേനും കട്ടായി പോയി, പെട്ടെന്ന് സിഗ്നൽ പോയിട്ടേ. ഞാൻ പറഞ്ഞത് ഇതാണ്. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർമലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ രാവിലെ ആണോ രാത്രിയാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്നതെല്ലാം മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുക. അതായത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിലേക്ക് അറ്റൻഷൻ കൊടുത്ത് നമ്മുടെ സെൻസേഷനുകളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ബ്രീത്തിങ് എങ്ങനെയാണ്, നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സമയത്ത് എന്തെങ്കിലും ചിന്തകൾ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഗെയിൻ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക. അതൊരു മൈൻഡ്ഫുൾനെസ് മെത്തേഡ് തന്നെയാണ്. അതൊരു ഇൻഫോർമൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. നമ്മൾ പാത്രം കഴുകുമ്പോഴാവട്ടെ, കറി വെക്കുമ്പോഴാവട്ടെ, നമ്മൾ കുളിക്കുമ്പോഴാവട്ടെ, ബ്രഷ് ചെയ്യുമ്പോഴാവട്ടെ, എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ശ്രദ്ധ നമ്മുടെ സെൻസേഷനിലേക്കുള്ള ശ്രദ്ധ കൊടുക്കുക. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, നമ്മുടെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് എല്ലാം. മാം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ തീരെ ഓർമ്മയില്ല. ഇപ്പൊ ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോ എടുത്ത് വെച്ച് കഴിഞ്ഞാല് അത് എവിടെ വെച്ച് ഒരു ഓർമ്മ ഇല്ലാത്ത പോലെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം പോലെ പോകുന്നു. ഇപ്പൊ മാം പറഞ്ഞതിൽ നിന്നാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയോ ഒരു മെഷീൻ ചെയ്യുന്ന പോലെ ചെയ്യാണ്. വെച്ച കാര്യം ആ മൈൻഡോട് കൂടിയിട്ടല്ല വെക്കണത്. ഒരു ചെറിയ കാര്യമായിരിക്കും, ഒരു ബില്ല് കിട്ടിയത് അപ്പണ്ട് കൊണ്ടുവെക്കും കയ്യിൽ കിട്ടുന്ന സ്ഥലത്ത്. പിന്നെ ഒരു ആവശ്യം വന്ന് അന്വേഷിക്കുമ്പോ ഈ സാധനം എത്ര തരുന്നാലും കിട്ടില്ല. പിന്നെ ടെൻഷനായി. അത്യാവശ്യമുള്ള സാധനമായിരിക്കും. മാം പറഞ്ഞപ്പോഴാണ് അത് എന്റെ ശ്രദ്ധ കുറവായിരിക്കും എനിക്ക് ആ ഒരു പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് കഴിയുമ്പോഴത്തേനും അത് കഴിയണം. മനസ്സിലെപ്പോഴും അതാണ്. ഇത് കഴിഞ്ഞ ഉടനെ മറ്റത് ചെയ്യേണ്ട കാര്യവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുക. ഈ ചെയ്യുന്ന കാര്യം പൂർത്തീകരിക്കുന്നവരെ ഇതിൽ തീരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കും. എന്നിട്ട് അടുത്ത കാര്യം ചെയ്യുമ്പോൾ വിചാരിക്കുക അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുക. അത് കാരണം ചെയ്യുന്ന ഒരു ജോലിയിലും കോൺസെൻട്രേഷൻ കിട്ടാറില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് ഇതാണ് എന്റെ പ്രശ്നം, എനിക്ക് ഈ ഓർമ്മശക്തി കുറയുന്നതിന്റെ കാരണം എന്ന് ഞാൻ തിരിച്ചറിയണം ഇപ്പൊ. ഓക്കെ, അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആക്ച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു സാധനം, ഇപ്പൊ ഞാനൊരു കീ ഞാൻ വെക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന കീ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. എന്ന് വെച്ചാല് ഒന്നും കൂടി ഞാൻ അഫേം ചെയ്ത് എന്നോട് ഞാൻ ഉറക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് എടുക്കും. അങ്ങനെ ഞാൻ ആ കീ അവിടെ വെക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് റീഅഫേം ചെയ്ത് പറയും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം അത് ഓർമ്മ ഉണ്ടാവും, ഞാൻ അവിടെ ആണല്ലോ വെച്ചത്. കാര്യം മറ്റത് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കീ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്റെ പാട്ടിന് പോയി. അവിടെ നമ്മൾ ശ്രദ്ധയിൽ വരികയേ ഇല്ല എവിടാണ് ഞാൻ കീ വെച്ചതെന്നുള്ളത്. ഇപ്പൊ ഞാന് അത്യാവശ്യം ഇബാദത്തും നിസ്കാരമൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിസ്കാരം പൂർത്തി കഴിഞ്ഞ ഉടനെ അടുത്ത ഇത് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ മൈൻഡിലേക്ക് വരിക. അപ്പൊ എനിക്ക് എന്തൊരു വിഷമാന്നറിയാം സത്യം പറഞ്ഞാൽ. അതിലൊന്നും നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും. അപ്പൊ അതൊന്ന് കുറച്ചും കൂടി നമ്മള് എന്താ പറയാ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു നിമിഷം പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് ഒരു നേരം പോലും ആ ഒരു അർപ്പിച്ചിട്ട് നമുക്കൊരു വിവാദത്താണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും ഓർമ്മ വരിക.
അപ്പൊ അത് ഇപ്പോ മാഡം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നമ്മുടെ പ്രശ്നം തന്നെ ആയിരിക്കും ചിലപ്പോ. നമ്മൾ ചെറുപ്പം മുതലേ അത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ വളർന്നുകൊണ്ടും അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ കൂടുതൽ റീസ് അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലെ? അത് മാറ്റം വരുന്നല്ലേ പറയണത്? നമ്മള് ഡെയിലി നമ്മൾ കരുതി കുട്ടിയാണ്. മാറ്റം വരും. ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹായ് മാം, യെസ്. ക്ലാസ് വളരെ അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ലൈഫിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷത്തിലും അത് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മള് ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ രാത്രി വരെ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മൾ ഓരോ നിമിഷത്തിലും ഏറ്റവും ഹാപ്പി ആയിരിക്കുക. ഈ മെഡിറ്റേഷനെ പറ്റി മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഇപ്പോ ഹമിത മാം പറഞ്ഞതുപോലെ നമ്മള് ബിഗിനർ മൈൻഡിൽ ഇരിക്കുക എന്നുള്ളത്. ശരിക്കും ഈ ഒരു യാത്രയാണ് പറയുന്നത് വെൻ യു റിയലി എൻജോയ് ചൈൽഡ് ലൈക്ക് ഹാപ്പിനെസ് എന്ന് പറയാം. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചൈൽഡ് ലൈക്ക് ഹാപ്പിനെസ് എന്ന് പറയും അല്ലെ. ഇപ്പം അമിത മാം പറഞ്ഞൊരു കാര്യം, ബിഗിനർ കുട്ടിയെ പോലെ ഇരിക്കുക. അതായത് ഓരോ സന്തോഷങ്ങളും ഓരോ നിമിഷവും കുട്ടികളെ പോലെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസിനൊക്കെ തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിനെ സഹായിക്കട്ടെ. എനിവേ ഹമിത മാം അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഒന്നും ഡൗട്ടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഹലോ അമിത മാം, yes. കൺഗ്രാറ്റുലേഷൻസ്. അതായത് മാം വളരെ ഒരു ഇന്ററാക്റ്റീവ് മോഡലായിരുന്നു ഈ ക്ലാസ് കൊണ്ടുപോയത്. അത് വളരെ നന്നായിരുന്നു. കാര്യം മാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കംപ്ലീറ്റ് ഇറ്റ് വാസ് ബോത്ത്ഫുൾ. നമുക്ക് ശരിക്കും പറയാൻ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും നല്ല അത് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ ഒരുമിച്ച് എന്നാൽ ഒരു നമുക്ക് വലിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുമല്ലോ ചില ക്ലാസ് ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊരു ഇന്ററാക്റ്റീവ് മോഡ്, കൂടുതൽ ഇന്ററാക്റ്റീവ് മോഡിലായതുകൊണ്ട് നമുക്കത് ശരിക്കും എന്താ പറയാ അപ്പൊ തന്നെ അത് ഉള്ളിൽ തട്ടി എന്ന് പറയത്തില്ലേ, ഉള്ളിൽ തട്ടി. വളരെ നല്ല സെഷൻ ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ കാര്യങ്ങളൊക്കെ ഓർക്കാനും നമ്മളുടെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഓർക്കാനും ഉണ്ട്. പ്രത്യേകിച്ചും എന്താ പറയാ എല്ലാത്തിനും വേണ്ടി മാമിനോട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ ഞാൻ ഓർത്തില്ല. ബിക്കോസ് ദൈവം എനിക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. പെട്ടെന്നായിരുന്നു ഞാൻ ഇപ്പം എനിക്കൊന്നൊരു സെഷൻ ഉണ്ടല്ലോ. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ഇത്രയും സംസാരിക്കുമെന്നോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കുറേ ദിവസമായിട്ട് എനിക്ക് നല്ല ഫീവർ ഉണ്ടായിരുന്നു. പിന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തൊക്കെ പോയിട്ട് എല്ലാത്തിനും ഞാൻ അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്താണ് ഞാൻ പെട്ടെന്ന് വന്ന് ഫോൺ എടുത്തത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങ് മിസ്സായി പോയേനെ. കാര്യം ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം എടുത്തതിന് ഞാൻ അത് ഓർത്തു എന്നുള്ളതാണ്. പെട്ടെന്ന് സ്റ്റെഫി മാം ജോയിൻ സൂണെന്ന് കിടക്കുന്നുണ്ട്, ഓടി വന്നു ഇട്ടു. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. എനിക്ക് നല്ല പനിയായിരുന്നു. ഒന്നും ഞാൻ സെഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയൊക്കെ ഫുള്ളി കിടപ്പായിരുന്നു, ഇന്ന് മൊത്തം കിടക്കുമായിരുന്നു. സെഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. അതാണ് ഡെഡിക്കേഷൻ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ, ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. ലൈഫിലെ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ഗുഡ് നൈറ്റ് എവ്രിവൺ. ഹാവ് എ മൈൻഡ്ഫുൾ നൈറ്റ്. ഓക്കെ, ബൈ. Okay, see you. Good night. See you.